ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് തലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്കിന്നിവിടെ വലിയൊരു ചൂരയുടെ തല കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി കഴുകി എടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനായി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് അതിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ഒന്ന് ചൂടാകട്ടെ അതിലിരുന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പില, തോട്ടുപുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി അടുത്തതായി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് അടുക്കി പിടിക്കാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കൊച്ചുള്ളി അരച്ചത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ഇതൊന്ന് വഴണ്ട് വരാനായിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് നമുക്ക് തോട്ടുപുളി കൂടി ചേർത്ത് കൊടുക്കാം. തോട്ടുപുളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തോട്ടുപുളി നല്ലവണ്ണം ചേർത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കരിയാണ്ട് നല്ലവണ്ണം വഴറ്റി ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി നല്ലതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നല്ലവണ്ണം വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 6 ടീസ്പൂൺ മുളക് പൊടിയാണ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണല്ലോ ഇച്ചിരിയും കൂടെ മുളക് പൊടിയേക്കാൾ നല്ല മൂപ്പ് കൂടുതലുള്ള. അപ്പോൾ അത് നമുക്ക് മല്ലിപ്പൊടി ആദ്യമേ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. നല്ലവണ്ണം ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മല്ലിപ്പൊടി ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ നല്ലവണ്ണം മൂക്കട്ടെ. ചെറുതീയിലിട്ട് വേണം നമുക്കിത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പൊടിയൊന്നും കരിയാണ്ട് നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അടുക്കി പിടിക്കാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്കിവിടെ 1 കിലോ മേളിലുള്ള ചൂരയുള്ള തലയെല്ലാം കഴുകി വൃത്തിയായി 1 കിലോയോളം മേളിലുണ്ട്. നല്ലവണ്ണം വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഒരു കറി നല്ല തിക്നെസ് കിട്ടുക, നല്ല കുഴമ്പ് രൂപത്തിലിരിക്കാൻ വേണ്ടി ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നല്ല കുറുകി ഇരിക്കത്തക്ക രീതി ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് ഇതാകുമ്പോൾ നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ആദ്യമേ നമ്മൾ ശകല വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ നല്ലവണ്ണം. അപ്പോൾ അത് നല്ല കുറുകുറാന്നിരിക്കുന്നുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ഇങ്ങനെ ആകുമ്പോൾ. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. നല്ലവണ്ണം തിളച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്
ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ഇത്രയും മീൻ വേകണ്ടായപ്പോൾ നല്ല ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ അടപ്പം മൂടി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. നമ്മൾ അടച്ച് വെച്ച് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഇട്ട് തരിക. നല്ലവണ്ണം തിളക്കട്ടെ. അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. മീനെല്ലാം നല്ലവണ്ണം ഒന്ന് ചേർത്ത് വലിയ തലയായതുകൊണ്ട് ഞാൻ 3-4ആയിട്ടെല്ലാം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ഒന്ന് മീൻ ചേർത്തതിന് ശേഷം എല്ലാം പാകമാണെന്ന് നോക്കിയ ശേഷം നല്ലവണ്ണം എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് കറിവേപ്പിലയും ആവശ്യത്തിന്, ആദ്യമേ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെയും കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ കറിവേപ്പിലയുടെ, അതിന് വേണ്ടിയാണ്. അതിന് ശേഷം നമുക്ക് അടപ്പം മൂടി വെച്ച് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് ചെറു തീയിൽ, ആദ്യമേ നല്ല തീ ഇട്ടതിന് ശേഷം ചെറു തീയിൽ അങ്ങനെ ഇതാകട്ടെ. ഓക്കെ, നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം എന്തെങ്കിലും ഇതുണ്ടോ. ഓക്കെ, കറി അങ്ങനെ തിളച്ച് ഇരിക്കുന്ന മീൻ പിന്നെ വേവും ഉണ്ടല്ലോ, വലിയ തലയായതുകൊണ്ട് നല്ല വേവും ഉണ്ട്. മീൻ ഞാൻ തവി വെച്ച് അങ്ങ് ഒത്തിരി ഇളക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തലയല്ലേ, നമുക്കങ്ങ് പൊടിഞ്ഞു പോവും. അതിനുകൊണ്ട് ഞാനങ്ങനെ തവിയിട്ട് ഒരുപാട് അങ്ങ് ഇളക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. അങ്ങനെ കറി ചെറിയ തീയിൽ അങ്ങ് ഇരുന്ന് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട്. കുറച്ചുകൂടെ എന്നാലും വറ്റാനുണ്ട്. അന്നേരം ഞാൻ നമ്മുടെ തല അങ്ങോട്ട് അങ്ങ് പൊടിയാതിരിക്കാനായിട്ട് ഞാൻ റൗണ്ടിൽ ഇങ്ങനെ കറക്കി കൊടുക്കുക. അല്ല നമ്മുടെ തലയെല്ലാം അങ്ങ് പൊടിഞ്ഞിതാകും. തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ശകലം കൂടി പറ്റിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് നേരം കൂടി ഇരിക്കാം. അപ്പം നല്ലവണ്ണം കറി നല്ലവണ്ണം പറ്റി ഇതായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിലേക്ക് നമ്മുടെ വിളമ്പാം. തലക്കറി വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് തലക്കറിക്ക്. തണുത്തതിന് ശേഷമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോട് തണുത്ത് കഴിഞ്ഞ ശേഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തലക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.